നിയമം കോടതി ഇതൊക്കെ ഞങ്ങൾ വഴി വന്നേ നീ എന്നെ ചവിട്ടി എല്ലാം ദൈവം. ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉപ്പുമുളക് സീരിയലിനകത്തൂടെ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്ന് പല ജനഹൃദയങ്ങളിലും ഇവരെ ചെറുപ്പം മുതലേ കണ്ട് പല ആൾക്കാരും ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആരാധകനാണ്. പുള്ളിക്കാരൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ കേട്ട വാർത്ത, പുള്ളിക്കാരൻ രണ്ടെണ്ണം ചാമ്പി നഗരം മഹാസാഗരവും നാക്കും കുഴഞ്ഞ് ഇറങ്ങി വന്ന് റോഡിൽ കൂടെ പോയിരുന്നതിനെ ഇടിച്ച് തെറിപ്പിച്ച് ചോദിക്കാൻ വന്ന നാട്ടുകാരനെ തല്ലി പോലീസുകാരനെ നേരെ സീനായി കൈയെല്ലാം ആൾക്കാർ പിടിച്ച് കെട്ടിയിട്ടെടുത്ത് കൊണ്ടുപോയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഈ വിഷയത്തിൽ. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വരുവാണെങ്കിൽ ആ ഹൈപ്പയിലും ഒന്ന് ക്ലിക്ക് വെച്ച് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഒരു ലൈക്കും കൂടി വീഡിയോയ്ക്ക് തരിക കേട്ടോ. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിൽ കാണിച്ചു തുടങ്ങിയ പോലെ തന്നെ ഈ സിദ്ധാർത്ഥിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ ഈ സീരിയൽ മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നന്നായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളിൽ പെട്ടൊരു പുള്ളിക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഹൃദയങ്ങൾ ഇവരെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഏറ്റെടുത്തിട്ടുണ്ട്. മെജോറിറ്റി സീരിയൽ അംഗങ്ങളെ നടന്മാരെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തിനാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അടിച്ച് പിമ്പിരിയായിട്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ, മനുഷ്യന്മാരല്ലേ പിള്ളേർ, രണ്ട് ചാമ്പ് ഇട്ട് പുള്ളിക്കാരൻ റോഡിൽ കൂടെ പോയി ഒരു വണ്ടിക്ക് ഇടിച്ചങ്ങ് തെറിപ്പിച്ച് കളഞ്ഞ് ഒരു മനുഷ്യനെ ഇടിച്ചങ്ങ് അയ്യത്ത് കളഞ്ഞ്. ഇതാണ് സംഭവം. നമുക്ക് ഏതായാലും അതിന്റെ റിപ്പോർട്ടറിൽ വന്ന വാർത്തയും കൂടെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിക്രമം. ഉപ്പുമുളകും സീരിയലിലെ താരം സിദ്ധാർത്ഥനാണ് അക്രമം അഴിച്ചുവിട്ടത്. സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് കോട്ടയത്ത് ഒരാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും പോലീസിനെയുമാണ് സിദ്ധാർത്ഥ് ആക്രമിച്ചത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നടു റോഡിലേക്ക് കാലിലും കയ്യിലും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഈ നാട്ടുകാർ തണ്ടികളായിട്ട് ഇടപെടുന്ന കുറച്ച് ആളുകളുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഒരു വീഡിയോ അതിവിടെ കാണിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് താഴ്ച വിട്ടബിലിറ്റി അടിക്കും. ഈ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് വലിക്കുവാണ്. ഈ പുള്ളിക്കാരൻ ഈ കഴുത്ത് മുറുകിയിട്ട് ഇങ്ങനെ എന്നൊക്കെ ആക്കുകയാണ്. അന്നേരമാണ് താഴെ നിർത്തല്ല വിടറാന്ന് പറയുന്നത്. അപ്പോൾ അയാള് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരുത്തനെ ഇടിച്ച് അയ്യത്ത് കളഞ്ഞത് തെറ്റാണെന്നെങ്കിൽ നീ എന്താണ് കാണിക്കുന്നത്? നീ വധശ്രമമാണ് കാണിക്കുന്നത്. അത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്ക് ആക്സെപ്റ്റബിലിറ്റി അടിച്ചു തരും, അല്ലെങ്കിലും അത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് കുറെ ആൾക്കാർ ഒരു തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ തെറ്റിനെക്കാട്ടിലും വലിയ തെറ്റാണ് കാണിക്കുന്നത്. അയാൾ മദ്യപിച്ച് ലഹരിയിൽ ബോധമില്ലാത്തതിനെ പോയി ഇടിച്ചു. ഇവൻ പൂർണ്ണ ബോധത്തോടെ ഇയാൾ കഴുത്തെ കെട്ടിട്ട് മുറുക്കുന്നു, കൈയും കാലിലൊക്കെ പിടിച്ച് കെട്ടിയിടുന്നു. ഇങ്ങനെ കെട്ടാനുള്ള കാരണം ഇയാൾ അടിച്ച് കോൺ തെറ്റിയിട്ട് ഒരാൾ റോഡിൽ കൂടെ പോയ ഒരാളെ വാഹനം ഇടിച്ചത് പോരാഞ്ഞിട്ട് ചോദിക്കാൻ വന്ന നാട്ടുകാരോട് ചൂടായി, പോലീസുകാരനോട് ചൂടായി, അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ചു എന്നൊക്കെ കൊണ്ടാണ് ഇയാളെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടത്. അതുവരെ ഓക്കെ, ലെവലില്ലാത്തവരത്തിന് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ കഴുത്തേലൊക്കെ പിടിച്ച് ഞെരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും ഇയാളെ മറ്റേ ഈ ലഹരി നിർത്തുന്ന സാധനത്തിൽ ഡീഡിക്ഷൻ സെന്ററിലാക്കുന്ന പോലെ തന്നെ അയാളെ വല്ല മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ വിടണം. ഒരുത്തന്റെ കഴുത്തേൽ കയറിട്ട് ഇങ്ങനെ വലിച്ചു മുറുക്കുക. അപ്പൊ അത്രയ്ക്ക് ക്രുവാലിറ്റി ഉള്ള മനസ്സുള്ളവനാണ് അവനെ ഇതാക്കണം. ഉപ്പുമുളകും സീരിയലിലെ ഒരു കഥാപാത്രമാണ് ഈ സിദ്ധാർത്ഥന്റെ പരാക്രമം. കാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ദൈവം, കോടതി ഇതൊക്കെ ഞങ്ങൾ വഴി വന്നേ നീ എന്നെ ചവിട്ടി. 10 വർഷം കൊണ്ടുണ്ടാക്കിയ ക്രെഡിബിലിറ്റിയാണ് ഒരൊറ്റ ദിവസത്തെ മദ്യപാനം കൊണ്ട് തകർന്ന് തരിപ്പണമായി താഴെ വീണത്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്, സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യട്ടെ. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരാതിരിക്കുക. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സാധനം കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്പർ 18 ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരും കൂടെ ഈ ഒരു സാധനത്തിൽ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ പരിപാടി അങ്ങ് തീർക്കാം. വീഡിയോ കോളിലാണ് അത് നിയമപരമായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടോ. ഇതിപ്പോൾ മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പരിപാടിയിലെ കഥാപാത്രമാണ് ഈ സിദ്ധാർത്ഥൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണുണ്ട്. ശരൺ, എന്താണ് ഈ ചങ്ങാതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ രഹസ്യമായി അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇയാൾ അതിനുശേഷം വണ്ടി ഇടിക്കുന്നു. നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ അക്രമാസക്തനായി എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ കാലൊക്കെ പിടിച്ച് കെട്ടി റോഡിലിട്ടിട്ടുണ്ട്. എന്താ സംഭവം ശരൺ?
സംഭവം മനസ്സിലായല്ലോ. ഈ പുള്ളിക്കാരന് വലിയൊരു നാണക്കേടിലേക്കാണ് തള്ളി വിട്ടത്. കാരണം കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ഒരു നാടറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് റോഡിൽ കിടന്ന് ഈ കോപ്രായം കാണിക്കുന്നത്. മെയിനായിട്ട് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മദ്യപാനവും ഇതുപോലത്തെ ലഹരികളും എല്ലാം നിർത്തുക. ഇത് മദ്യം തന്നെയാണോ അതിലേതെങ്കിലും കൂടിയ ലഹരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയം തോന്നായിട്ടുള്ള കാരണം ഈ നമ്പർ 18 ഹോട്ടൽസിൽ മോഡൽസ് മരണപ്പെട്ട ഒരു വിഷയമായിട്ട് ഫുട്പാത്ത് അന്നയോ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വീഡിയോ സ്ഥിരം ഉണ്ട്. എനിക്ക് പേരറിഞ്ഞില്ല, എനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവും. അന്ന നന്ദോന്നാണ് അവരുടെ പേര്. അവർ സ്ഥിരമായിട്ട് ഈ നമ്പർ 18 ഹോട്ടലിനകത്ത് ഈ മറ്റേ മോഡൽസ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് സംസാരിക്കുന്നുണ്ട്, പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അറിയിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഈ സുനിലോജിയുടെ പേരൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി പുറത്തേക്ക് വിളിച്ച് ട്രാക്ക് ചെയ്തത്. പുള്ളിക്കാരി ഇന്നൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ സിദ്ധാർത്ഥിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ നമ്പർ 18 ഹോട്ടലിനകത്ത് നിങ്ങൾക്ക് കാര്യം അറിയാലോ, മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 18 ഹോട്ടലിനകത്ത് അന്നേ ദിവസം മോഡൽസിനെ വിളിച്ചു വരുത്തി ഈ മോഡൽസിനെ കുൽസിത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടപ്പോൾ കാറിൽ ഫോളോ ചെയ്ത് അവരെ വണ്ടി ഇടിപ്പിച്ചാൽ കൊന്നു. ഇന്ന് വരെ ആ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ പുറകെ നടന്നുകൊണ്ട് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഈ ചേച്ചിക്ക് വിഷമവും ദുരിതവും ദുഃഖവും മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കഥ. ആരെക്കുറിച്ച് എന്ത് സാധനം വന്നാലും ഈ ചേച്ചി വന്നിട്ട് നമ്പർ 18 ഹോട്ടലായിട്ട് ഇത് ലിങ്ക് ചെയ്യും. അങ്ങനെ ഈ ചേച്ചി ഇതും ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ലിങ്ക് ഒന്ന് കാണാം. ലിങ്ക് കണ്ടിട്ട് നമുക്ക് വേറൊരാളെ കൂടെ കാണിക്കാം. 21 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര്, അപ്പൊ വേറെ ഏതൊക്കെയോ മുൻനിര നായികമാരും ചെറിയ പിള്ളേരും ഒക്കെ ഉണ്ട്. അതായത് ഈ നമ്പർ 18 ഹോട്ടലിനകത്ത് അവിടെ ഒരു വലിയ ക്രൈമാണ് നടന്നത്. ഈ ക്രൈം നടന്ന സമയത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് എങ്ങനെ പോലും കുറച്ചധികം വർഷങ്ങളാവുന്നുണ്ട്. അന്ന് മുതൽ ഈ ചെറുപ്പക്കാരൻ 2 പെഗ് അടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് 2 പെഗ് അടിക്കുന്ന ശീലമുണ്ട്. അപ്പൊ 2 കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്, പക്ഷെ ഒരാൾ മദ്യപിക്കുന്നതിനോട് എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ മദ്യപിക്കുമ്പോഴത്തേനും നിങ്ങളുടെ തലച്ചോറിന് ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബോധം പോകുന്ന ലെവലെന്ന് അറിഞ്ഞ് വേണം കഴിക്കാനായിട്ട്. നിങ്ങളുടെ ബോധം പോയി ഉള്ള വള്ളിക്കെട്ടിലെല്ലാം പോയി ചാടുന്ന അളവിന് കഴിക്കാതിരിക്കുക. ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊതിക്കൊരു ഡ്രിങ്കിങ് ആകാം. പക്ഷേ ഇത് അടിച്ച് ലെവലിൽ കെട്ട് റോഡിൽ കിടന്ന് ഓടെ കിടന്ന് കാനെ കിടന്ന് എഴയുന്ന ഒരു ലെവലിലേക്കാണ് ഇന്ന് പല ആൾക്കാരും മദ്യപിക്കുന്നത്. മദ്യപാനം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പലതരം ലഹരിക്ക് അടിമകളായിട്ടും ഇതേപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ തലക്കടിച്ച് പൊട്ടിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ഞാൻ അതിന് വേണ്ടി ഇതെടുത്ത് നമുക്ക് അന്ന് കേൾക്കാം. നടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ. എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചൊരു സാധനം. പൊതുവെ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ, ഇതുപോലത്തെ ആഘോഷങ്ങൾ വരുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തെ അടിച്ചൊരു സാധനമുണ്ട്. ബീവറേജസിന്റെ വിൽപ്പന ഇത്ര ശതമാനം വർദ്ധിച്ചു, ഇത്രയധികം സ്റ്റോക്കുകൾ വിറ്റ് തീർത്തു, ഇത്ര രൂപയുടെ വിറ്റുവരവ് കേരള ഗവൺമെന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്നാളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കൊട്ടി ആഘോഷിക്കുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രശ്നത്തിൽ നമ്പർ 18 ഹോട്ടലിൽ മോഡൽസ് മരണപ്പെട്ടതുമായിട്ടുള്ള വിഷയത്തിൽ ഈ പുള്ളിക്കാരൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ സിദ്ധാർത്ഥ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മളിപ്പോൾ ഈ കണ്ട ചേച്ചി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്നായി ചേച്ചി ഇതൊക്കെ കണ്ട് ഞാൻ പേടിച്ച് ഞാൻ ഇനി ഇമാതിരി പരിപാടിക്കൊന്നും പോകില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കാലങ്ങൾക്കിപ്പറേ ഇദ്ദേഹം വീണ്ടും അടിച്ച് ലെവൽ കെട്ട് അത് മദ്യമാണോ മറ്റെന്തെങ്കിലും ലഹരിയാണോ നമുക്ക് ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. പോലീസ് ടെസ്റ്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സാധനം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും അതേ മദ്യത്തിന് അടിമയായിട്ട് നിൽക്കുന്നു. ഈ സാധനം ഒരു വലിയ അഡിക്ഷനാണ്, ഈ മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരികൾ എന്നെല്ലാം പറയുന്നത്. ഇത് അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. സോ നിങ്ങളത് കൺട്രോളബിൾ ആയിട്ട് നിർത്താൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിർത്തുക. ഇനി ഇതിന്റെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേനും പല ആളുകളും നമ്മുടെ നാട്ടിൽ അടിച്ച് പിമ്പിരിയായി നടക്കാറുണ്ട്. പക്ഷേ ഇയാൾ ചെന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥ എന്നിട്ട് ഒരാളെ ഇടിച്ചതാണല്ലോ പ്രശ്നം. അപ്പം ഞാൻ അടിക്ക് പിമ്പിരി ആയതുകൊണ്ട് മറ്റൊരുത്തൻ്റെ ജീവനാണ് അപകടത്തിലായത്. സോ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അങ്ങനെ കുറേ കേസുകൾ എടുക്കാനുള്ള വകുപ്പുണ്ട്. മറ്റുള്ള കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ കേസുകൾ എടുക്കാൻ വകുപ്പുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പുള്ളിക്കാരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാനിതാ ഇങ്ങോട്ട് വെക്കാം.
ചടയമംഗലത്ത് നടുറോട്ടിൽ അഭ്യാസം കാണിച്ച അഞ്ചൽ മധുവിനെ പോലീസിന് മറ്റേ ഓട്ടോയിൽ കയറ്റി അഞ്ചലേക്ക് പറപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ അഞ്ചൽ മധുവിനെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഈ കോമഡി സ്റ്റാർസിലൊക്കെ വന്ന് സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് പുള്ളിക്കാരൻ്റെ സംഭവം എന്താണെന്നും കൂടെ ഒന്ന് കാണാം. അപ്പോൾ പുള്ളിക്കാരനെയും അടിച്ച് പിമ്പിരിയായിട്ട് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള വള്ളികളിലെല്ലാം നിങ്ങൾ പോയി പെടുമെന്നും നിങ്ങൾ ഇത്രയും നാളുണ്ടാക്കി വെച്ച ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിക്കുക. നിങ്ങൾ സാധിക്കുന്നവരെല്ലാം ഇനി വരുന്ന പത്രവാർത്തകളിലെങ്കിലും മദ്യത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞു, ഗവൺമെൻറ് ഇത്ര കുറച്ച് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊരു കാര്യത്തിൽ വാർത്തകളായി കേട്ട് നമുക്കൊക്കെ സന്തോഷം പരക്കട്ടെ. നിങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഇടപെടുമ്പോഴത്തേനും നിങ്ങളുടെ കുടുംബത്തിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഏതായാലും ഈ സിദ്ധാർത്ഥ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്താൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഏതായാലും പുള്ളിക്കാരൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊക്കെ എനിക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ പറ്റും കേട്ടോ. ബൈ.